ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ശക്തമായ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. മറ്റാർക്കുമില്ലാത്ത ചില വേദനകളും ഒറ്റപ്പെടലുകളും കഷ്ടതകളുമൊക്കെ നിങ്ങളിന്ന് പകൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലാണ് ഇന്ന് പകൽ ഈ ആലോചന വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയുമോ? നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളൊരു വിടുതൽ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ കഷ്ടത നന്മയ്ക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൂത് സ്വീകരിക്കാൻ കഴിയുമോ? നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ തനിക്ക് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച യോസേപ്പിനെ താൻ വളരെ സ്നേഹിച്ചു. അവനൊരു നിലയെങ്കി കൊടുത്തു. മക്കളിലെല്ലാവരിലും വെച്ച് അവനെ അധികം ഓമനിച്ചു, സ്നേഹിച്ചു. യോസേഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. ദൈവം അവന് സ്വപ്നങ്ങളെ കൊടുക്കുമായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ സഹോദരന്മാരുടെ ഇടയിൽ പങ്കുവച്ചപ്പോൾ യോസേഫ് സഹോദരന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു. സഹോദരന്മാർ അവനെ പകച്ചു, അധികം ദേഷിച്ചു. ഒരിക്കൽ യോസേഫ് തങ്ങളുടെ മുൻപിൽ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവരുടെ അകത്ത് പകയും വിദ്വേഷവും എല്ലാം വർദ്ധിച്ച് യോസേഫിനെ കൊന്നുകളയാൻ തോന്നി. അവൻ വന്നപ്പോൾ തന്നെ അവൻ്റെ ആ നിലയെങ്കി ഊരിയെടുത്ത് അവനെ പൊട്ടക്കിണറ്റ് തള്ളിയിട്ടു. പ്രിയപ്പെട്ടവരെ, അവർ ചെയ്ത് ശരിയാണോ? ഒരിക്കലുമല്ല. അനീതിയും അക്രമവും ചതിയുമൊക്കെ നടക്കുകയാണ്. ആ പൊട്ടക്കിണറ്റിൽ നിന്നും വീണ്ടും യോസേപ്പിനെ മിഥ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. അവരവനെ അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. യോസേപ്പിൻ്റെ നിലയെങ്കിൽ ഒരു മൃഗത്തെ കൊന്നതിൻ്റെ രക്തം പുരട്ടിയ ശേഷം അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയുകയാണ്, നിന്റെ മകനായ യോസേപ്പിനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു, നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ അപ്പൻ ആ വാർത്ത കേട്ട് മകൻ്റെ നിലയെങ്കിയും ചേർത്ത് പിടിച്ച് കരയുകയാണ്. എത്ര നാൾ കരഞ്ഞത്? 13 വർഷമാണ് കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്തൊരു വേദനയാണത്. യാക്കോബിന് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. പലരും അവനെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്, പക്ഷേ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനീതിയാണ്, അക്രമമാണ്, ചതിയാണ്, വലിയ കഷ്ടതയാണ്. ഇതിന് നടുവിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇത് ദൈവത്തിൻ്റെ വഴിയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റും. കാരണം യോസേഫിൻ്റെ ചരിത്രം നമുക്കറിയാം. അടിമച്ചന്തയിൽ നിന്ന് പോത്തിഫറിൻ്റെ ഭവനത്തിലേക്ക്, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക്, അവിടെ നിന്ന് മിസ്രയീമിലെ മേലധികാരിയായി ഉയർത്തപ്പെട്ട ചരിത്രം നമുക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് നമ്മൾ പറയും നന്മയ്ക്കാണ്. പക്ഷെ ആ ചരിത്രമൊന്നും അറിയാതെ ആ പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലും മാത്രമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നന്മയ്ക്കാണെന്ന് പറയാൻ എത്ര പേർ കഴിയും? ഇതൊരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. മറ്റാർക്കുമില്ലാത്ത വേദനകളും ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വിശ്വസിക്കുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട്. ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും. ദൈവം നിങ്ങൾക്ക് മാന്യത അണിയിക്കുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. വിശ്വസിക്ക്, ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നീ തീർന്നു പോകയില്ല.
എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞ് വിലപിക്കുന്ന യാക്കോബേ, നീ അവസാനിച്ചിട്ടില്ല. നിനക്ക് ചൈതന്യം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ വേദനകളെ മറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ വേദനയുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ശക്തവും വ്യക്തവുമായൊരു പദ്ധതി, ഉന്നതമായൊരു പദ്ധതി. ഒരു ജനതയുടെ ക്ഷാമം തീർക്കുവാൻ, മുട്ടു തീർക്കുവാൻ യോസേപ്പിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ക്ഷമയോടെ നിൽക്കണം. നിങ്ങൾ ദൈവാശ്രയമുള്ളവരായിരിക്കണം. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവം സ്ഥിതി മാറ്റുന്നവനാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.